ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്ലേവേഴ്സ് ബൈ ഫഫ. ഇന്നത്തെ സ്പെഷ്യൽ സ്ക്വിഡ് മസാല തോരനാണ്. ഞാനിവിടെ ഒരു 500 ഗ്രാം കണവ നന്നായി ക്ലീൻ ചെയ്ത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാള കട്ട് ചെയ്ത് നമ്മുടെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ചെറിയ ഉള്ളി എല്ലാം ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗ്രേറ്റഡ് കോക്കനട്ട് വേണം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം വലിയ ജീരകം ഇടാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കാം. നമ്മുടെ ക്രഷ് ചെയ്ത മിക്സ് ഇതാണ്. ഞാൻ ഇവിടെ ഒരു നാടൻ ഫീൽ കിട്ടാൻ വേണ്ടി മൺചട്ടിയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുകിടാം. അതിനുശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. പിന്നെ നമ്മൾ നേരത്തെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി അതെല്ലാം കൂടി ഇതിലേക്ക് ഇടാം. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പച്ചമുളക്, ചെറിയ ഉള്ളി, ക്രഷ് ചെയ്ത ചെറിയ ഉള്ളിയും നമ്മുടെ സവാള എല്ലാം ഇതിലേക്ക് എണ്ണയിൽ തന്നെ ഇട്ട് നന്നായി ഒന്നൊരു ബ്രൗൺ ഷെയ്ഡ് വരുന്നത് വരെ നല്ലോണം മിക്സ് ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ തീയിലിട്ടൊന്ന് ചെയ്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് അതങ്ങ് കരിഞ്ഞു പോകും. ഇപ്പം നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കഴുകി വെച്ച ആ കണവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം മതി. ഇതിലേക്ക് ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 2 മിനിറ്റ്സ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അതിനുശേഷം നേരത്തെ മിക്സിയിലിട്ട് ക്രഷ് ചെയ്ത ആ തേങ്ങാ മിക്സ് ഒന്ന് ഇതിലേക്ക് ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെയും നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് എല്ലാം കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ചെറിയ തീയിലിട്ട് നന്നായി ഒന്ന് കുക്ക് ചെയ്യാം. അതിനുശേഷം ഞാൻ ഇവിടെ കുറച്ച് ഗരം മസാല, പിന്നെ നമ്മുടെ വലിയ ജീരകത്തിൻ്റെ പൗഡർ എല്ലാം കൂടി ഇട്ടൊന്ന് നന്നായി മിക്സ് ചെയ്യാം. കുറച്ചുകൂടി നമുക്ക് വേണമെങ്കിൽ 1/2 കുക്ക് ചെയ്യാം അടച്ചു വെച്ച്. അതിനുശേഷം ഞാൻ ഇവിടെ കുറച്ച് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഗാർണിഷ് ചെയ്ത നമ്മുടെ മസാലത്തോരൻ, കണവ മസാലത്തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പുട്ടിൻ്റെ കൂടെ, നമ്മുടെ ചപ്പാത്തി, അപ്പത്തിൻ്റെ കൂടെ എല്ലാം നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് അറിയിക്കുക. പ്ലീസ് ലൈക്ക്, ഫോളോ ആൻഡ് സബ്സ്ക്രൈബ്.